ക്രാബിൽ വരുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്. ഒരു രക്ഷയില്ല. അയോണാങ് ബീച്ചിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കയറണം. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കുമ്പം കാണുന്നൊരു ഐലൻഡാണ്. ഇതൊരു ഏകദേശം ഒരു 2000 സ്റ്റെപ്പ് ഉണ്ടാവും. 2000 സ്റ്റെപ്പ്, 2000 ഒന്നും ഉണ്ടാവില്ല, ഒരു 1000-1500 എന്തെങ്കിലും ഉണ്ടാവും. സ്റ്റെപ്പ് കയറിയിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ബീച്ച് വരുന്നത്. ഈ ബീച്ചിലാണ് നമ്മൾ ദൂരെ നിന്ന് കാണുന്നൊരു മലയുണ്ട്. ആ മല നമുക്ക് ഏറ്റവും അടുത്ത് കാണാം. അതായത് ആ ബീച്ചിൽ ഇറങ്ങാം. ആ ബീച്ചിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു ഫെറിയും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കാണാം. ഇപ്പോൾ വീണത് ശ്രദ്ധിക്കട്ടോ. ഇതാണ് ആ ഒരു സ്പോട്ടിലേക്ക്, ഹിഡൻ സ്പോട്ടിലേക്ക് പോകാനുള്ള എൻട്രൻസ് വരുന്നത്. ഇത് അയോണാങ് ബീച്ചിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കയറി വരുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കണം. നടന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റൂ. അതിനുശേഷം അവിടെ നിന്നാണ് നമുക്ക് സ്റ്റെപ്പുകൾ കയറേണ്ടത്. ഏകദേശം ഒരു 1000-1500 സ്റ്റെപ്സ് ഉണ്ട്. നല്ല റിസ്ക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഫുൾ പലകയൊക്കെ വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ അത് കയറുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാലാണ് ഇപ്പോൾ കണ്ട അതിൻ്റെ നല്ല പ്രോപ്പറായിട്ടുള്ള വ്യൂ അതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ ടോപ്പിൽ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാനും പറ്റും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ് കുരങ്ങന്മാർ. ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കുരങ്ങന്മാരെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. ഒരു 10-200 കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർ ശ്രദ്ധിക്കണം. കുരങ്ങന്മാർ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അത് ഓൾറെഡി അവിടെ അവയർനെസ് ആയിട്ടുള്ള കുറേ നോട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫോൺ പോകാൻ ചാൻസ് കൂടുതലാണ്. എല്ലായിടത്തും കുരങ്ങന്മാർ. ഓക്കെ, ഇത്രയും കുരങ്ങന്മാർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നല്ലൊരു സ്ഥലം കേട്ടോ. നോക്കി, അയ്യോ എന്തോരട്ടം നോക്കിയത്. ഇപ്പുറത്ത് ബീച്ച്, ഫുള്ള് കാട്. റൈറ്റ് ലെഫ്റ്റും എല്ലാം കാട്. ആക്ച്വലി ആ അയോണാങ് ബീച്ചിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വരണം. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റും ഷോപ്പുകളൊക്കെയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വരണം. ഹലോ, ഇത് ഫുള്ള് ഇത് തന്നെ കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇത് തന്നെ. എന്താണ് സംഭവം എന്നറിയില്ല. ഇത് കുരങ്ങന്മാർ ഫുള്ള് കംപ്ലീറ്റ് കുരങ്ങന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ വ്യൂ കുറച്ചുകൂടി വന്നാൽ വൃത്തി കാണാം. ഓക്കെ, എന്തായാലും പോയി നോക്കാം, കുറച്ചുകൂടി പോയി നോക്കാം. ഈ ടോപ്പിലോട്ട് ഇതിപ്പോൾ നമ്മൾ മല ഇങ്ങനെ കയറി കൊണ്ടുപോകും. ഇവർ ആക്ച്വലി ഇതിപ്പം പക്ക നമ്മളല്ല മുളയില്ലേ, മുളയും ചെറിയ പട്ടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കൂട്ടിയിരിക്കുക സാധനം. ഹായ്, വാട്ട്സ് ദ അപ്സ്റ്റർ? ജസ്റ്റ് വ്യൂ. There's a little view, then there's a beach over there. Beach. Yeah. Okay. Thank you. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ ഒരു വ്യൂവും പിന്നെ ഒരു ബീച്ചും ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം ഒരു ഫോറിനറൊക്കെ ഉണ്ട്. ഫോറിനർ ചോദിച്ചപ്പോഴത്തേക്ക് ടോപ്പിലൊരു വ്യൂ ഉണ്ട്, പിന്നെ ഒരു ബീച്ചും ഉണ്ടെന്ന്. ഈ സ്റ്റെപ്പ് വീണ്ടും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കയറേ കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. നോ സ്മോക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. ഇത് വരാനുള്ളത് അയോണാങ് ബീച്ചിൻ്റെ അവിടെ ലെഫ്റ്റിലോട്ട് വേണം. ലെഫ്റ്റിലോട്ട് വന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു 1 കിലോമീറ്ററോളം നടക്കണം. നടന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കറക്റ്റ് ആ ഒരു നടന്ന് ഊപ്പാട് വന്ന് കയറി ഓക്കെ അല്ലേ. നമ്മൾ കുറേ നടന്നതിന് ശേഷമാണ് ഇതിൻ്റെ ടോപ്പ് എത്തിയത്. ടോപ്പ് എത്തിയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോകണം. ഇതാണ് എൻ്റെ വ്യൂ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ. വാവ്, സൂപ്പർ. ഇത്രയും എന്തായാലും നടന്നതിന് എന്തായാലും ഒരു യൂസ് ഉണ്ട് കേട്ടോ. വാവ്, നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ദൂരം കണ്ടില്ലേ, ആ ഒരു ഐലൻഡാണ് കാണിച്ചത്. ഇപ്പം ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ വർക്ക് കിടക്കുന്നത്, അതാണ് ഈ ആൾക്കാരിങ്ങനെ പോകുന്നത്. വാവ്, ശ്രദ്ധിക്കേ. നൈസ്, നോക്കിയേ. വാവ്, അടിപൊളി. ഇതാണ് ആ വ്യൂ. എന്തായാലും വെർത്തായിട്ടെ. ഇത്രയും സ്റ്റെപ്പ് കയറി വന്നതിന് എന്തായാലും ഒരു വെർത്തായി. നല്ല കാറ്റുണ്ട്. ഇത്രയും നേരം നടന്നു നോക്കി, എന്താ ഭംഗി. ഒരു രക്ഷയില്ല, ഒരു അത്ഭുതം. കൊള്ളാം, സൂപ്പർ, അടിപൊളി. ഇത്രയും നേരം നടന്നതിന് കൊണ്ട് ഇത്രയും നേരം ഏകദേശം ഒരു
ഒരു 1000 സ്റ്റെപ്പിന് മുകളിൽ എന്തായാലും നമ്മൾ കയറിയിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പ് കയറി യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയും സ്റ്റെപ്പാണ്. ഇങ്ങനൊരു മല, ഇതുപോലത്തെ ഒരു മല, ഇതുപോലത്തെ ഒരു മലയാണ്. നമ്മൾ ഇതിലെ കൂടെ സ്റ്റെപ്പ് അയോണാങ് ബീച്ചിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ മുകളിൽ നടക്കുന്ന നേരത്താണ് നമുക്കിതിന് സ്റ്റെപ്പുള്ളൊരു സ്പോട്ട് കാണുന്നത്. അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ആ കുരങ്ങന്മാർ കഴിഞ്ഞ് അത് തന്നെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി ടോപ്പിലോട്ട് കയറി ടോപ്പ് കയറിയത് ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇങ്ങനെ ഇറങ്ങുന്ന നേരത്താണ് ദാണ്ടെ ഇതിലൂടെ വന്നിട്ടാണ് നമുക്കിതാ ഈ ഒരു വ്യൂ കിട്ടുന്നത്. തായ്ലൻഡിൽ വരുന്നവർ, അതായത് ക്രാബിയിൽ വരുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു സ്പോട്ട് എന്തായാലും വിസിറ്റ് ചെയ്യണം. ക്രാബിൽ വരുമ്പോഴത്തേക്ക് അയോണാങ് ബീച്ചിലാണ് മോസ്റ്റ്ലി എല്ലാവരും സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ.